السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ നേതാക്കന്മാരെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, സഹപ്രവർത്തകരെ, പരിശുദ്ധവും പരിഭാവനവുമായ ദീനുൽ ഇസ്ലാമിൻ്റെ സന്ദേശം അത് കൃത്യമായി അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും വേണ്ടിയുള്ള ഈ ഒരു എളിയ ശ്രമം നാഥൻ നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ എന്ന് ആദ്യമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. 4 വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടാണ് ഇവിടെ കൃത്യമായി വിഷയങ്ങൾ അവതരിപ്പിച്ചും അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് നിവാരണം നടത്തി സംവദിച്ചും നമുക്ക് ഈ പ്രോഗ്രാമിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത്. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിഷയം 1, നബിചര്യയല്ല നബിദിനാഘോഷം എന്നതാണ് ആദ്യമായി അവതരിപ്പിക്കേണ്ടത്. നിങ്ങൾ കേട്ടതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മിൽ ഏൽപ്പിച്ചു പോയ ഈ ദീന്, തറക്തുക്കും അലാ മഹജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ, അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ 23 കൊല്ലത്തെ ജീവിതത്തിൽ അല്ലാഹുവിൻ്റെ റസൂലിൽ അല്ലാഹു തആല ഏൽപ്പിക്കപ്പെട്ട പരിശുദ്ധമായ ദീനിൻ്റെ പ്രബോധനം പൂർത്തീകരിച്ച് ഈ ഉമ്മത്തിനെ സുവ്യക്തമായ ഒരു പാതയിലാണ് റസൂലുള്ള വിട്ടേച്ചു പോയിട്ടുള്ളത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മാ മിൻ ഷൈഇൻ യുഖർരിബുക്കും മിനൽ ജന്നതി വയുബാഇദുക്കും അനിൻ നാരി ഇല്ലാ ഖദ് ബയ്യൻതുക്കും. അല്ലാഹുവിൻ്റെ റസൂല് നമ്മളോട് പറയുന്നുണ്ട്, ഉമ്മത്തെ മാ മിൻ ഷൈഇൻ, ഒരു വസ്തുവുമില്ല, യുഖർരിബുക്കും ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്നതായി, വയുബാഇദുക്കും അനിൻ നാരി, നരകത്തെ തൊട്ട് നിങ്ങളെ വിദൂരമാക്കുന്നതായി ഒന്നും തന്നെയില്ല. ഇല്ലാ ഖദ് ബയ്യൻതുക്കും, ഞാൻ നിങ്ങൾക്ക് കൃത്യമായി അതിനെക്കുറിച്ച് ബയാൻ ചെയ്ത് തന്നിട്ടല്ലാതെ, വിശദീകരിച്ച് തന്നിട്ടല്ലാതെ പോയിട്ടില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂല് നമ്മോട് പറയുന്നുണ്ട്. ആ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദൗത്യ നിർവഹണം കൃത്യമായി റസൂൽ നിർവഹിച്ചിട്ടുണ്ട്. ആ ദൗത്യ നിർവഹണത്തെക്കുറിച്ച് അല്ലാഹു തആല നമ്മോട് പറഞ്ഞതും വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു, ആ റസൂലിനെ ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞയച്ചതാണ്, അതുകൊണ്ട് തന്നെ എന്താണോ ആ പ്രവാചകൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നത് അതിനെ നിങ്ങൾ സ്വീകരിക്കണേ സൃഷ്ടി സമൂഹമേ. വമാ നഹാകും അൻഹു ഫൻതഹു, അള്ളാഹുവിൻ്റെ റസൂല് നിങ്ങളിൽ നിന്ന് മാറ്റിവെച്ചത് എന്തൊക്കെയുണ്ടോ അതിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കണേ, വിരോധിച്ചതിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കണേ. അതാണ് ദീന്. ആ ദീനിൻ്റെ പൂർത്തീകരണം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ട് ഹജ്ജത്തുൽ വിദാഇന്റെ ഖുത്ബത്തുൽ വിദാഇൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നിറകണ്ണുകളോടുകൂടി മനുഷ്യരുടെ കേട്ടുനിന്ന സ്വഹാബത്തിൻ്റെ ഹൃദയങ്ങൾ കിടിലം കൊള്ളുമാറ്, അവരുടെ നേത്രങ്ങളിൽ നിന്ന് കണ്ണുനീര് ഒലിക്കുമാറ് തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ചരിത്ര പ്രസിദ്ധമായ ഒരു വിടവാങ്ങൽ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനോട് ഹൽ ബല്ലഅതുക്കും, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ, എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം ഞാൻ കൃത്യമായി നിർവഹിച്ചു തന്നില്ലയോ എന്ന ചോദ്യത്തിന് അവിടെ കൂടിയിരുന്ന ഏകദേശം 1 ലക്ഷത്തോളം വരുന്ന സ്വഹാബത്ത് മുഴുവനും പറയുന്ന ഒരു വാക്കുണ്ട്, ചരിത്ര പ്രസിദ്ധമാണത്. ബല്ലഅത റിസാല വഅദ്ദൈതൽ അമാന വനസഹ്തൽ ഉമ്മ, ഈ ഉമ്മത്തിനെ നസീഹത്തോടുകൂടെ, ഗുണകാംക്ഷയോടുകൂടെ, ഏതാണ് ആ ഉമ്മത്ത് എന്നറിയുമോ നിങ്ങൾക്ക്? വൈനിൻ്റെയും വാറിൻ്റെയും വുമണിൻ്റെയും മധ്യത്തിൽ കിടന്ന് ഡാർക്ക് ഏജ് എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചിരുന്ന ആ ഇരുണ്ട കാലഘട്ടത്തിലുള്ള ജനതയെ കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും ഉത്തമമായ സമൂഹമാണെന്ന് സമുദ്ധരിച്ചെടുത്ത ആ സമൂഹത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ചോദ്യത്തിന് അവരൊന്നടങ്കം പറഞ്ഞ മറുപടിയാണ് നസഹ്തൽ ഉമ്മ വഅദ്ദൈതൽ അമാന വബല്ലഗ്ത റിസാല, അങ്ങയുടെ ഉത്തരവാദിത്തം അങ്ങ് നിർവഹിച്ചിട്ടുണ്ടോ,
ഈ ഉമ്മത്തിനെ ഗുണകാംക്ഷയോടുകൂടെ സത്യത്തിന്റെ പാന്താവിലേക്ക് നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റിസാലത്ത് കൃത്യമായി എത്തിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ വാനലോകത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞുവെന്നാണ് ചരിത്രം, അല്ലാഹുമ്മ അശ്ഹദ്, അള്ളാഹുവേ നീ സാക്ഷിയാണ്. അള്ളാഹുവിന്റെ വചനങ്ങൾ അവതരിച്ചു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം ദീന് പൂർണ്ണമായിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹം ഞാൻ നിങ്ങളുടെ മേൽ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ പരിശുദ്ധമായ മതമായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. പൂർണ്ണമായി ദീന്. ആയത്തിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത്. ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലയെ പോലെയുള്ള, ഇമാം ഷാത്തിബിയെ പോലെയുള്ള ചരിത്രപ്രസിദ്ധമായ ലോകോത്തര പണ്ഡിതന്മാർ, ലോകത്തെ അറിയപ്പെട്ട പണ്ഡിതന്മാർ ഈ ഉമ്മത്തിനോട് പറഞ്ഞു, മാലം യക്കുനിൽ യൗമ ദീനൻ ലം യക്കുൻ ദീന. അന്ന് ദീനാവാത്തതൊന്നും ഇനി ദീനാവില്ല. കാരണം ദീന് പൂർണ്ണമാണ്. ഇവിടെ പറഞ്ഞത് അതാണ്. അതല്ല നബിദിനം എന്നുള്ളതാണ്. ആ നബിചര്യയല്ല നബിദിനം എന്നുള്ളതാണ്. കാരണം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മതത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 കൊല്ലത്തെ ജീവിത കാലഘട്ടത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ കാലഘട്ടത്തിൽ ഈ നബിചര്യ കാണുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചില്ല. ആളുകൾക്ക് പറയാനുള്ള ന്യായം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ തന്നെ സ്വന്തം ജന്മദിനം ആഘോഷിക്കണോ? ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടവരല്ലേ നിങ്ങള്? കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ തന്നെ നമ്മളോട് പറഞ്ഞത്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവുൽദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ നിന്ന് ഒരാളും വിശ്വാസിയാവുകയില്ല എത്രത്തോളം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും സന്താനങ്ങളെക്കാളും ഭാര്യയെക്കാളും മറ്റുള്ള മുഴുവൻ ജനങ്ങളെക്കാളും നിങ്ങൾ എന്നെ സ്നേഹിക്കാത്തിടത്തോളം കാലം, നിങ്ങൾ എന്നെ പ്രണയിക്കാത്ത, നിങ്ങൾ എന്നോട് ഇഷ്ടം കാണിക്കാത്ത കാലഘട്ടം നിങ്ങൾ വിശ്വാസിയല്ല എന്നല്ലേ ആ പ്രവാചകൻ പറഞ്ഞത്. ആ പ്രവാചകനോട് നിങ്ങൾക്ക് മഹബ്ബത്തുണ്ടെങ്കിൽ ആ പ്രവാചകന്റെ ജന്മദിനം നിങ്ങൾ ആഘോഷിക്കേണ്ടതല്ലേ? ന്യായമായ ചോദ്യമാണെന്നാണ് നമുക്കൊക്കെ ബോധ്യപ്പെടുക, നമുക്കൊക്കെ മനസ്സിലാവുക. ഈ ചോദ്യമാണ് ഇവർ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. എങ്കിൽ നാം ഒന്ന് പഠിക്കണ്ടേ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തില്ല എന്ന് അവരംഗീകരിക്കുന്നു. അവരും പറയുന്നു അതിൻ്റെ ആവശ്യമില്ല. ആ മുത്തുനബിയോടുള്ള മഹബ്ബത്ത് കാണിക്കേണ്ടത് നമ്മളാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മത്തെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എൻ്റെ ചര്യ നിങ്ങൾ നോക്കണം. ഇനി എൻ്റെ ജീവിതത്തിലും എൻ്റെ ചര്യയിലും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്കു ശേഷം ജീവിച്ച സന്മാർഗസിദ്ധരായ ഖുലഫാഉർ റാഷിദീങ്ങളുടെ പാതയാണ് നിങ്ങൾ നോക്കേണ്ടത്. അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ തമസ്സകൂ ബിഹാ, അതായിരിക്കണം നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത്. വഅല്ലു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കേണ്ടത് നിലപാട് അതായിരിക്കണം. അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കേണ്ട നിലപാട് അതായിരിക്കണം. കാരണം അത് സുന്നത്താണ്, ദീനാണ്. നോക്കാം നമുക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലശേഷം ഏകദേശം 29.5 വർഷത്തോളം ഈ പറയപ്പെടുന്ന 4 ഖലീഫമാരും ഭരണം നടത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 വർഷവും 3 മാസവും ഭരണം നടത്തി. ഉമർ റളിയല്ലാഹു അൻഹു 10 വർഷവും 3 മാസവും ഭരണം നടത്തി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 12 വർഷം ഭരണം നടത്തി. അലി റളിയല്ലാഹു അൻഹു 4 വർഷവും അതുപോലെ തന്നെ 9 മാസവും ഭരണം നടത്തി. 29.5 വർഷം. ഒന്നാമത്തെ ഖലീഫ അബൂബക്കറാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സന്തത സഹചാരിയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് സിദ്ദീഖ് എന്നാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് സ്വാഹിബുർ റസൂൽ എന്നാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സന്തത സഹചാരി, എല്ലാറ്റിലും കൂട്ടിന് ഉണ്ടായിരുന്നു. പ്രിയപുത്രിയാകുന്ന ആയിഷയെ പോലും മുത്തുനബിക്ക് കല്യാണം കഴിച്ചു കൊടുത്തു.
അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അമ്മോശനും കൂടിയാണ്, കൂട്ടുകാരനാണ്, സന്തത സഹചാരിയാണ്, സിദ്ദീഖാണ്, സ്വാഹിബാണ്. എൻ്റെ ഹബീബിൻ്റെ ജന്മദിനം ഞാനൊന്ന് ആഘോഷിക്കട്ടെ എന്ന് അബൂബക്കർ കരുതിയിട്ടില്ല. 2 കൊല്ലത്തെ ഭരണകാലത്ത് അധികാരം കയ്യിലുണ്ടായിട്ട് പോലും ഇന്ന് നിങ്ങളെല്ലാവരും വരണം, ഇന്ന് നമ്മുടെ മുത്തിന്റെ ജന്മദിനമാണ്, സ്വഹാബത്തെ നിങ്ങളൊക്കെ ഒരുമിച്ച് കൂടണം, നമുക്ക് കുറച്ച് കാരക്ക വിതരണം ചെയ്യാം, നമുക്ക് കൂടിയിരുന്ന് 10 സ്വലാത്ത് ചെല്ലാം. പ്രത്യേകമായി അങ്ങനത്തെ ഒരു ചര്യ അബൂബക്കറിന് പരിചയമുണ്ടായിരുന്നില്ല, അബൂബക്കർ പഠിപ്പിച്ചില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം കഴിഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. ആരെങ്കിലും മുത്തുനബി എങ്ങാനും മരിച്ചു എന്ന് പറഞ്ഞാൽ, വഫാത്തായി എന്ന് പറഞ്ഞാൽ അവന്റെ കഴുത്ത് ഞാൻ എടുക്കുമെന്ന് മുത്തുനബിയുടെ വഫാത്ത് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ ഉമർ റളിയല്ലാഹു അൻഹു ഏകദേശം 10 വർഷവും 6 മാസവും ഭരണം നടത്തി. ആ ഉമർ റളിയല്ലാഹു അൻഹുവും ആഘോഷിച്ചില്ല, ആ ഉമർ റളിയല്ലാഹു അൻഹുവും പഠിപ്പിച്ചില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. മുത്തുനബിയുടെ 2 മക്കളെ കല്യാണം കഴിച്ച വ്യക്തിയാണ്, ദുന്നൂറൈനിയാണ്. റസൂലുള്ള അമ്മായി അച്ഛനാണ്, അമ്മോശനാണ്. മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശിഷ്യന്മാരിലും സഹാബാക്കളിലും വലിയ ധനാഢ്യനാണ്. ധാരാളം പണം ചിലവഴിച്ച് ചെയ്യാമായിരുന്നു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്തില്ല. അലി റളിയല്ലാഹു അൻഹു കടന്നു വന്നു. റസൂലുള്ളാന്റെ മരുമകനാണ്, പുന്നാരമോൾ ഫാത്തിമയുടെ ഭർത്താവാണ്, എളാപ്പയുടെ മകനാണ്, നബിയുടെ അരുമ ശിഷ്യനാണ്, മുത്തുനബിയുടെ കൂടെ വളർന്നവനാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പോലും മാറിയിട്ട് ഭരണം നടത്തിയ വ്യക്തിയാണ്. ഇല്ല, അവരുടെ ജീവിതത്തിലും ചെയ്തില്ല. റസൂലുള്ളാന്റെ ചര്യയില്ല, സ്വഹാബത്തിന്റെ ചര്യയില്ല. കാലഘട്ടം കഴിഞ്ഞു പോയി. ആ സ്വഹാബാക്കളിൽ 1 ലക്ഷത്തോളം സ്വഹാബികൾ 1 നൂറ്റാണ്ടുകാലം ജീവിച്ച അവർക്കാർക്കും പരിചയമില്ല. താബിഉകളുടെ കാലം വന്നു, തബഉ താബിഉകളുടെ കാലം വന്നു. അവർക്കാർക്കും മഹബത്തുണ്ടായില്ലേ മുത്തുനബിയോട്? അവർക്കാർക്കും തിരിഞ്ഞില്ലേ വിശുദ്ധ ഖുർആനിൽ ഇതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഉണ്ടെന്ന്? അവർക്ക് തിരിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിട്ടും ലോക പണ്ഡിതന്മാർ വളരെ ഗൗരവത്തോടു കൂടി ഇതിനെ ഉണർത്തിയിട്ടും അള്ളാഹുവിന്റെ റസൂലിന് പരിചയമില്ല, സ്വഹാബത്തിന് പരിചയമില്ല, താബിഉകൾക്കും തബഉ താബിഉകൾക്കും മദ്ഹബിന്റെ ഇമാമിയങ്ങൾക്ക് പോലും പരിചയമില്ലാത്ത ഒരു ആചാരവും അനുഷ്ഠാനവും ദീനിൽ കടത്തിക്കൊണ്ടുവരികയാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ഒരാൾ ഒരു അമല് ചെയ്യുന്നു, ലൈസ അലൈഹി അംറുനാ, നാം പഠിപ്പിക്കാത്ത അമലാണോ, ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടും. ഐ ഗൈറു മഖ്ബൂലുൻ, സ്വീകരിക്കപ്പെടുകയില്ല. മൗലിദ് എന്ന് പറയുന്നത് ഒരു അമലാണ്, മൗലിദ് കർമ്മമാണ്. അതിനെക്കുറിച്ച് ഷാഫി മദ്ഹബിൽ തന്നെ അറിയപ്പെട്ട പണ്ഡിതനായ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനിയോട് ചോദിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അസ്ലു അമലിൽ മൗലിദ് ബിദ്അത്തുൻ, മൗലിദ് കർമ്മത്തിന്റെ, മൗലിദ് എന്ന അമലിന്റെ അസ്ല് തന്നെ, അടിസ്ഥാനം തന്നെ ബിദ്അത്താണ്. അഹ്ദസഹാ ബഅദൽ ഖുറൂനി സലാസ, അല്ലാഹുവിന്റെ റസൂൽ സർട്ടിഫൈ ചെയ്ത 3 നൂറ്റാണ്ടിന് ശേഷം കടന്നു വന്നതാണത്. ഒരടിസ്ഥാനമില്ല, അതിന്റെ അസ്ല് തന്നെ, അടിസ്ഥാനം തന്നെ ബിദ്അത്താണ്. എന്നിട്ട് അതിന് ആയത്തോതുകയാണ്. നിങ്ങൾ നോക്കൂ, എന്നിട്ട് അതിന് ആയത്തോതുകയാണ്. ആ ആയത്തുകള് ചില ഉസ്താദുമാര് ഓതിക്കൊണ്ടേയിരുന്ന ആയത്ത്, ആ ഉസ്താദുമാരുടെ പുതുതലമുറ പോലും അത് തന്നെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ കേട്ടു നോക്കൂ, ഒരു യുവാവായ ഒരു യുവ പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു യുവ പ്രബോധകൻ ആയത്തോതുന്നത്. തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാമോ ഇല്ലെന്ന് ഒരുപാട് ആളുകൾ എന്നോട് മെസ്സേജ് അയച്ചിരുന്നു. ഖുർആനിലെ 10-ാം അധ്യായം നബിയെ അങ്ങ് പറയുക,
അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷിക്കുക. അതാണ് മറ്റെന്തിനേക്കാളും وبرحمته فبذلك فليفرحوا هو خير مما يجمعون. നബിയെ അങ്ങ് പറയുക, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷിക്കുക. അതാണ് മറ്റെന്തിനേക്കാളും നിങ്ങൾക്ക് ഖൈറാണ്. ആ ആയത്തിന്റെ ഒരുപാട് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. ആ റഹ്മത്ത് എന്നാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. കാരണം ഖുർആനിൽ തന്നെ മറ്റൊരു ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് കാണാം, وما أرسلناك إلا رحمة للعالمين. ഈ ലോകത്തിന് റഹ്മത്തായിട്ടല്ലാതെ. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിന്ന് ഒരായത്ത് ഓതുകയാണ്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുവിൻ. ഇതാണ് ആയത്ത്. അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്നിട്ട് ആ റഹ്മത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് കൊണ്ടുവരാൻ വേണ്ടി മറ്റൊരായത്ത് ഓതിയിട്ട് അതിനെ ഇതിലേക്ക് ലിങ്ക് ചെയ്യണം. എന്നിട്ട് ആ അള്ളാഹുവിൻ്റെ പ്രവാചകനെ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുവിൻ എന്നാണ് ആയത്തിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ആ പ്രവാചകൻ കടന്നു വന്ന, ജനിച്ചു വീണ ആ മാസത്തിൽ സന്തോഷിക്കുവിൻ എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് അള്ളാഹുവോ അവൻ്റെ റസൂലോ പഠിപ്പിക്കാത്ത അർത്ഥം ഒരായത്തിന് നൽകുകയാണ്. ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഈ ആയത്തിൻ്റെ അർത്ഥം ഇന്നതാണെന്ന് ഈ ആയത്തിറങ്ങിയ മുത്തുനബിക്ക് മനസ്സിലായില്ല, സ്വഹാബത്തിന് മനസ്സിലായില്ല, താബിഉകൾക്കും തബഉ താബിഉകൾക്കും മനസ്സിലായില്ല. അല്ലെങ്കിൽ മനസ്സിലായിട്ടും അവരത് മറച്ചു വച്ചു. ഞാൻ ഓതി വെച്ച ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇമാം ഷാത്തിബി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ-ഇഅ്തിസാമിൽ പറയുന്നൊരു വാക്കുണ്ട്, ഉമ്മത്തെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന പുരോഹിത വർഗമേ, നിങ്ങൾ ഗൗരവത്തിൽ ആലോചിക്കണം ഇത്. കാരണം നിങ്ങൾ പറയുന്ന വാചകം ചെറുതല്ല. ഈ ആയത്തിന്റെ അർത്ഥം മുത്തുനബിക്ക് മനസ്സിലായില്ല. ഈ ആയത്ത് കൊണ്ടുള്ള ഉദ്ദേശം ഈ ഖുലഫാ മനസ്സിലായില്ല, സ്വഹാബത്തിന് മനസ്സിലായില്ല എന്നല്ലേ നിങ്ങൾ ഈ പറയുന്നത്? ഒരു പുതിയ ആചാരം ദീനിൽ നിങ്ങൾ കടത്തിക്കൂട്ടുന്നു, കൊണ്ടുവരുന്നു. യറാഹാ ഹസനത്തൻ, അത് നല്ലതല്ലേ എന്നതിനെ കുറിച്ച് കാഴ്ചപ്പാട് നടത്തുന്നു. ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാല, അല്ലാഹുവിൻ്റെ റസൂൽ അവിടുത്തെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ് നിങ്ങളുടെ ഈ വാദം അല്ലേ? അള്ളാന്റെ ഖുർആനിൽ നിന്ന് ആയത്ത് ഓതിയിട്ടാണ് ദുർവ്യാഖ്യാനിക്കുന്നത്. റസൂലുള്ള പൂർത്തിയാക്കി പോയ ദീനിൽ പുതിയ ആചാരങ്ങൾ കടത്തിക്കൂട്ടുവാൻ, ഒരാചാരം കൊണ്ടുവരിക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവർ ചെയ്യുന്ന പണി ചെറുതല്ല. അള്ളാഹുവിന്റെ റസൂല് താക്കീത് നൽകി, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഈ മതത്തിൽപ്പെടാത്ത ഒരു കാര്യം പുതിയതായി കൊണ്ടുവരികയാണെങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണ്. ഇതാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ പറഞ്ഞ വാക്ക്, അസ്ലു അമലിൽ മൗലിദി ബിദ്അത്തുൻ അഹ്ദസഹാ, അത് പുതുതായി കൊണ്ടുവന്നതാണ് ബഅദൽ ഖുറൂനി സലാസ, 3 നൂറ്റാണ്ടിന് ശേഷം. ഇതെങ്ങനെയാണ് നബിചര്യയാകുന്നത്? ഇതെങ്ങനെയാണ് ദീനാകുന്നത്? ഇതെങ്ങനെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അമലായി മാറുന്നത്? കാരണം അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ അസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹ് വൽ ജമാഅത്തു മത്തഫഖ അലൈഹി സ്വഹാബത്തു റിദ്വാനുള്ളാഹ്, റസൂലുള്ളയുടെയും സ്വഹാബത്തിന്റെയും പാതയാണ്. ഇതാണ് ഒരു തെളിവ്. തെളിവുകൾ ഉണ്ടാക്കുകയാണ്. മറ്റൊരു തെളിവ് ഉണ്ടാക്കണം നോക്കുകയാണ് നിങ്ങൾ. വേറൊരു മുസ്ലിയാർ വേറൊരു തെളിവ് ഉണ്ടാക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിവസത്തിലാണ് നോമ്പ് സുന്നത്താക്കപ്പെട്ടതിലെ തിങ്കളാഴ്ച നോമ്പിന്റെ കാരണം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ദാ കയൗമുൻ വുലിത്തു. അപ്പൊ നബി തങ്ങൾ ജനിച്ചത് ഒരു സാധാരണ ജന്മമല്ല എന്ന് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. നോക്കൂ നിങ്ങൾ, തിങ്കളാഴ്ച നോമ്പ് സുന്നത്താക്കിയപ്പോൾ അള്ളാന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അന്ന് എന്തുകൊണ്ടാണ് നോമ്പ് സുന്നത്തായത്? യൗമ ഫീഹി വുലിത്തു, അല്ലെങ്കിൽ ഞാൻ അന്നാണ് ജനിച്ചത് എന്ന് റസൂലുള്ള പറഞ്ഞു എന്ന്. അതുകൊണ്ട് അന്ന് തിങ്കളാഴ്ച നോമ്പ് സുന്നത്തായി. തിങ്കളാഴ്ച ഈ റബീഉൽ അവ്വൽ 12 മാത്രമേ തിങ്കളാഴ്ച ഉള്ളൂ? അതാണോ? അല്ല, അവർക്കറിയാം അത് തെളിവല്ല. അപ്പൊ എന്തെങ്കിലും ഒരു പുൽക്കൊടി കിട്ടുമോ എന്ന് അന്വേഷിക്കുകയാണ്. എന്നിട്ടും തിങ്കളാഴ്ച നോമ്പ് നോൽക്കാനാ റസൂലുള്ള പറഞ്ഞത്.
ഇവർ നോമ്പ് നോൽക്കുകയാണോ ഒന്ന് ചെയ്യുന്നത്? ഇവരന്ന് സാധാരണ തിന്നുന്നതിനേക്കാൾ കൂടുതൽ തിന്നാണ്, കൂടുതൽ കുടിക്കുകയാണ്, കൂടുതൽ ആഘോഷിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് മഹാനായ ഇമാം താജുദ്ദീനുൽ ഫാക്കിഹാനിയുടെ ഒരു ഉദ്ധരണി സാധാരണ നമ്മൾ കേൾക്കാറുണ്ട്. അന്ന് വരും നോമ്പ് നോൽക്കലല്ല ചെയ്യുന്നത്. അദ്ദേഹം പറയും ലാ അലമു ലിഹാദൽ മൗലിദി അസ്ലം ഫീ കിതാബിൻ വലാ സുന്ന. ഹനഫി മദ്ഹബ് മാലിക്കി മദ്ഹബിലെ ഷെയ്ഖുൽ ഇസ്ലാം എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പരിചയപ്പെടുത്താറുള്ളത്. അദ്ദേഹം പറയുന്നത് ലാ അലമു ലിഹാദൽ മൗലിദി അസ്ലം ഫീ കിതാബിൻ വലാ സുന്ന. ഖുർആനിലോ സുന്നത്തിലോ ഒരടിസ്ഥാനവും ഈ മൗലിദ് കർമ്മത്തിനില്ല. മാത്രല്ല വലാ യുൻഖൽ അമലുഹു അൻ അഹദിൻ മിനൽ ഉലമാഇൽ ഉമ്മ. ഈ ഉമ്മത്തിനെ ഒരൊറ്റ പണ്ഡിതന്മാരിൽ നിന്നും ഇങ്ങനത്തെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എങ്ങനത്തെ ഉലമാക്കളാണ്? വലിയ തലയെക്കെട്ട് കെട്ടിയിട്ട് 10 കൊല്ലം പള്ളി ദർസിലും പഠിച്ച് 2 കൊല്ലം ബിരുദാനന്തര ബിരുദം എടുത്തിട്ട് ആരാണ് ലോകം നിയന്ത്രിക്കുന്നത് തർക്കിക്കണ മുസ്ലിംമാരെ കുറിച്ചല്ല, ആ ഉലമാക്കളെ കുറിച്ചല്ല. അല്ലദീന ഹുമുൽ ഖുദ്വത്തു ഫിദ്ദീൻ. ദീനിൽ അവർ ഖുദ്വത്തുകളാണ്. അൽ മുതമസ്സികൂന ബിആസാരിൽ മുതഖദ്ദിമീൻ. മുതഖദ്ദിമീങ്ങളാകുന്ന പണ്ഡിതന്മാരുടെ പാത പിൻപറ്റുന്നവരാണ്. അവരെ കുറിച്ച് അവരിൽ നിന്ന് ഒരാളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ബൽ ഹുവ ബിദ്അത്തുൻ. ഉമ്മത്തെ ഇത് ബിദ്അത്താണ്, ഇത് പുത്തനാചാരമാണ്. അഹ്ദസഹൽ ബത്താലൂൻ. ഇതിനെ പുതുതായി കൊണ്ടുവന്നത് ബത്താലീങ്ങളാണ്, പൊള്ളവാദികളാണ്, കള്ളവാദികളാണ്. വശഹവത്തു നഫ്സിൻ. ദേഹേച്ഛക്കനുസരിച്ച് തടി മെനക്കെടാതെ പണിയെടുക്കാതെ തിന്നുന്ന ആളുകളുണ്ടല്ലോ, അവരെ കുറിച്ചാണ് ഷഹ്വത്തു നഫ്സ് എന്ന് പറഞ്ഞാൽ തന്നിഷ്ടം പ്രവർത്തിക്കുന്നവർ. ഇതുകൊണ്ട് മുതലെടുക്കുന്നത് അൽ അക്കാലൂൻ, തീറ്റപ്രിയരാണ്. മുത്തുനബി നോമ്പെടുക്കാൻ പറഞ്ഞപ്പോ അന്ന് ഭക്ഷണം കഴിച്ചു ആഘോഷിക്കുന്നവര് അവര് ഇതുകൊണ്ട് മുതലെടുക്കുകയാണ്. ഇതേതെങ്കിലും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയന്റെ വാക്കല്ല, ഇത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വാക്കല്ല, KM മൗലവിയുടെയോ മുജാഹിദ് പണ്ഡിതന്മാരൊന്നും വാക്കല്ല. മദ്ഹബ് അംഗീകരിക്കുന്ന നിങ്ങൾ പരിചയപ്പെടുത്തുന്ന മഹാന്മാരായ പണ്ഡിതന്മാരുടെ വാക്കാണ്. അവിടെയാണ് നാം ഈ കാര്യത്തെ മനസ്സിലാക്കേണ്ടത് എന്നൊരു ബോധ്യം നമുക്കുണ്ടാവണം. ആയതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരടിസ്ഥാനവും ഇതിനില്ല. ഇനിയിപ്പോൾ ആ മുസ്ലിയർ പറഞ്ഞ ആ വിഷയത്തിൽ മാത്രം ഒതുങ്ങൂല. ഇതുകൊണ്ട് എന്തെല്ലാം ആചാരങ്ങളാണ് കടന്നു വന്നതെന്ന് പറയുന്നത് നിങ്ങൾക്ക്. അതിനെക്കുറിച്ച് വലിയ വാദത്തിൽ പറയുന്ന ഇവരിപ്പോൾ പറഞ്ഞല്ലോ, ഈ പറയപ്പെടുന്ന ഈ വ്യക്തി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ മാത്രം ഇത് ഒതുക്കാനല്ല ശ്രമം. ആ ശ്രമം റസൂലുള്ളാഹിക്ക് ശേഷവും ഇത് കൊണ്ടുവരാനാണ്. നിങ്ങൾ നോക്കൂ, ഒരു മുസ്ലിം പറയുന്നത്, ഇപ്പോൾ ചില ആള് ഇതര മതസ്ഥരായ ക്രിസ്ത്യാനികളെ പിന്തുടർന്നുകൊണ്ട് അവനവന്റെ ജന്മദിനം കൊണ്ടാടുന്നവരുണ്ട്. ഒരു വലിയ നിനക്കേതെല്ലാം റഹ്മത്തുകൾ കിട്ടിയിട്ടുണ്ടോ, ആ റഹ്മത്തുകളിൽ നിന്ന് ഏറ്റവും വലിയ റഹ്മത്ത് നിനക്ക് റബ്ബ് തന്ന നിന്റെ ശൈഖവറുകളാണ്. റബ്ബിന്റെ പകരക്കാരനായി അള്ളാഹുമായി ബന്ധം സ്ഥാപിച്ച നിന്റെ ഗുരുവില്ലേ, നിന്റെ ശൈഖ്. അതാണ് അള്ളാഹു നിനക്ക് തന്ന ഏറ്റവും വലിയ ഔദാര്യം, ഏറ്റവും വലിയ നിഅമത്ത്. ഫതഹഖഖ്, ഉറപ്പിച്ചുകൊള്ളണം. എന്തൊക്കെ ഖൈറ് നിനക്ക് കിട്ടിയിട്ടുണ്ടോ അതിനേക്കാളൊക്കെയും ഏറ്റവും വലുത് റബ്ബ് എനിക്ക് തന്നത് എന്റെ ശൈഖവറുകളാണ്. ഉറപ്പിക്കണം. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹ്. മഹാനവറുകൾ അവിടെ പറയാണ്, നിനക്ക് കിട്ടിയ റഹ്മത്തും ഫദ്ലൊക്കെ അവരാണല്ലോ, അതുകൊണ്ടാണ് നീ സന്തോഷിക്കേണ്ടത്. പേരോട് ഉസ്താദേ, നിങ്ങള് ഓരോന്ന് തുടങ്ങി വെച്ച് കൊടുക്കും, മക്കൾ അതാണ്ട് കേറി അങ്ങോട്ട് നിരങ്ങും. അതാണ് നിങ്ങൾ മുദബ്ബിറുൽ ആലം വിഷയത്തിൽ കണ്ടത്. അടുത്തത് ഇതാ, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി. ഇന്നേ വരെ നിങ്ങൾ റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കാൻ തെളിവാക്കിയപ്പോ നിങ്ങളുടെ ശിഷ്യന്മാരും പുതുതലമുറകളും ആ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചിട്ട് അവിടെ മുതൽ അവരിൽ റസൂലുള്ളാഹിക്ക് മാത്രമല്ല സകല ശൈഖന്മാരുടെയും ജയന്തികൾ ജന്മദിനാഘോഷിക്കാനുള്ള തെളിവാക്കാൻ ഇതാ പുറപ്പെടുകയാണ്. ഇതാണ് വിഷയം.
ഇതാണ് അപകടം പിടിച്ച വാദങ്ങൾ. അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ ദുർവ്യാഖ്യാനം നിങ്ങൾ ഒന്നിലൊതുക്കിയപ്പോൾ നിങ്ങളിൽ കടന്നു വരുന്ന തലമുറ അത് ഒന്നിലല്ല. ഇനിതാ സകല ശൈഖന്മാരുടെയും ജന്മദിനാഘോഷത്തിന് അവർ തുടക്കം കുറിക്കുകയാണ്. കാരണം അവൻ്റെ ഷെയ്ഖാണ്, അവനക്ക് അള്ളാഹ് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം. അള്ളാഹ്ക്ക് പകരം ഓനക്ക് കിട്ടിയ ഷെയ്ഖാണ് ഏറ്റവും വലുത്. ആ റഹ്മത്ത് കൊണ്ടാണ് സന്തോഷിക്കണം എന്നാ. ഈ രീതിയിൽ ഈ വാതിൽ തള്ളി തുറന്ന് ബിദ്അത്തുകാർ കടന്നുകൂടുകയാണ്. ഇതിവിടെ നിന്ന് നിൽക്കൂല. ഇപ്പൊ പേരോടും കൂട്ടരൊക്കെ ഈ പറയപ്പെടുന്ന പകരയെയും അഹ്സനിയെയും ഒക്കെ നിയന്ത്രിക്കാൻ വേണ്ടി പെടാപാടുപെടുന്നുണ്ടല്ലോ. കഴിയില്ല. എങ്ങോട്ടെത്തി അവസ്ഥകൾ ചെറുതൊന്നുമല്ല. അവസ്ഥകൾ വല്ലാതെ അധപ്പതിച്ചിട്ടുണ്ട്. തുടങ്ങിയിടത്തൊന്നുമല്ല. കാലഘട്ടം വല്ലാതെ മാറിയിട്ടുണ്ട്. പിടിച്ചാൽ നിയന്ത്രണം കിട്ടാത്തിടത്തേക്ക് ഈ ബിദ്അത്തിന്റെ വാതിലുകളാണ് തള്ളി തുറന്നപ്പോ അങ്ങോട്ടുള്ള പോക്കാണ്. നിങ്ങൾ കേട്ടു നോക്കൂ. പിടിച്ചാ കിട്ടുന്നില്ല എന്ന് അവര് തന്നെ പറയാണ്. ആമുഖത്തിൽ കേൾപ്പിച്ച ആയത്തിന്റെ ഒന്ന് അർത്ഥം മനസ്സിലാക്കണം. നിശ്ചയം അല്ലാഹു മുത്തുനബിയുടെ മേൽ സ്വലാത്തിലാണ്. മലക്കുകളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിക്കുകയുമാണ്. അള്ളാഹു സ്വലാത്ത് ചൊല്ലാൻ നമ്മൾ അർത്ഥം വെച്ചാല് നമ്മൾ ചെല്ലുമ്പോൾ അള്ളാഹ്ക്ക് ചെല്ലാൻ പറ്റുമോ? കാരണം അള്ളാഹ് അങ്ങനെ സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറയാം. അപ്പൊ ആ അർത്ഥമല്ല എന്ന് ഉറപ്പാണ്. അള്ളാഹു സ്വലാത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോലല്ല എന്ന് ഉറപ്പാണ്. പിന്നെന്താ അതിന്റെ മാന? ഒരു മാനതാണ് മുത്തുനബി മഹാനാണ് എന്ന് തെളിയിക്കാൻ അള്ളാഹ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ കാണിക്കാൻ പറ്റുമോ, എന്തൊക്കെ ചൊല്ലിക്കാൻ പറ്റുമോ, അതൊക്കെയാണ് അള്ളാഹിന്റെ പണി. തശ്രീഫാണ്, തഅലീമാണ്. മലക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. എന്നിട്ട് നമ്മളോട് പറയാ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു. റസൂല് മഹാനാന്ന് പറയാൻ അറിയിക്കാൻ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക അതൊക്കെ നിങ്ങളും ചെയ്തോളിന്ന. നിങ്ങൾക്ക് എന്താ ചെല്ലാൻ പറ്റുക അതൊക്കെ നിങ്ങളും ചൊല്ലിക്കൊള്ളിന്ന. അങ്ങനെയുണ്ട്. നമുക്ക് പറ്റാണ് ഈ പരിപാടികളൊക്കെ. ആ വാതിലാണ് തുറന്നു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെയാണ് ചെയ്തോളിന്ന. ബാക്കി കളിപ്പിക്കും. അപ്പൊ അതതിന്റെ പരിധിപ്പെടുന്നതാ. നമുക്ക് ചെയ്യാൻ പറ്റുക തശ്രീഫിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ സ്വലാത്താ. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി എന്ന് പറയലില്ല. ഖാല മുഹമ്മദ് എന്ന് പറയില്ല എന്നാണ്. എന്താ? കാരണം മുഹമ്മദ് എന്ന് പേര് കേൾക്കുമ്പോ അപ്പൊ പൊട്ടിയാണ് കാര്യം. ഈ പടുകൂറ്റം പണ്ഡിതൻ നിയന്ത്രണം വിട്ട് കാര്യം. അപ്പൊ സദസ്യർക്കും തോന്നും വേണ്ടിണ്ടായിരുന്നില്ല, പേര് പറയേണ്ടിണ്ടായിരുന്നില്ല തോന്നും. അത്ര കരഞ്ഞിട്ട് കളറൊക്കെ മാറുന്നതാണ്. പിന്നെന്താ പറയാ? നിർബന്ധാണെങ്കിൽ പറയും ഖാല സ്വാഹിബു ഹാദൽ ഖബർ. റസൂലുള്ളാഹിന്റെ റൗളയ്ക്ക് ചൊല്ലിട്ട് പറയും ഖാല സ്വാഹിബു ഹാദൽ ഖബർ എന്ന് പറയും. ഖാല റസൂലുള്ളാഹി എന്ന് പറയാൻ മടിച്ച ആളാണ് ഇമാമുൽ മദീന മാലിക് ഇമാം. കാരണം അവരുടെ കൽബിൽ അതായിരുന്നു മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാഹിനെ കൈപിടിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്തതിനു ശേഷം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ സ്വകാര്യ അവയവം തൊട്ടിട്ടില്ല. കുറച്ച് ശകലങ്ങൾ കേട്ടോൾ, ഇന്ന് നമുക്ക് തലയ്ക്ക് കയറി കിട്ടും. ഉസ്മാൻ റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചതിനു ശേഷം പിന്നെ കൈ കൊണ്ട് ശീല ചിറ്റാതെ ഗുഹ്യസ്ഥാനം തൊട്ടിട്ടില്ല. ഒക്കെ റസൂലുള്ള ചെയ്ത് കാണിച്ച എന്താ? സ്വഹാബികള് ഒക്കെ ഹദീസും ഖുർആനായത്തൊന്നും വേണ്ട. ഇതിലിപ്പോ ഖുർആനായത്തും ഹദീസുണ്ടോ? റസൂലുള്ളാഹിന്റെ കൈ തൊട്ടാ പിന്നെ ആ കൈ കൊണ്ട് ഗുഹ്യസ്ഥാനം തൊടാൻ പാടില്ല എന്നുള്ള ഒരൊറ്റ ആയത്തുമില്ല, ഒരു ഹദീസുമില്ല. ഔദ്യോഗിക സമസ്തയിലെ എതിരില്ല ഞാൻ മതി, എതിരില്ലാത്തൊക്കെ ചെയ്യാം. അതാണ് ഉസൂല്. ഇങ്ങനെ ഔദ്യോഗിക സമസ്തയിലെ തീവ്രത കൂടിയ വിഭാഗത്തിന്റെ യുവ പ്രഭാഷകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ തള്ളലുകളാണ് കേൾക്കിങ്ങള്. ആയസുണ്ടോ ഹദീസുണ്ടോ? ആയത്തോ ഹദീസൊക്കെ ഉണ്ട്, അവിടെ ഇരിക്കട്ടെ. പക്ഷെ എന്തിനാണത്? എന്റെ ഒന്നും ആവശ്യമില്ല. സ്നേഹപ്രകടനത്തിന്റെ എല്ലാ കൈഫിയത്തിനും ആയത്തോ ഹദീസും വേണോ? ഉസ്മാൻ റസൂലുള്ളാഹിനെ ബൈഅത്തിന് ശേഷം ആ കൈമ ശീലിട്ടാതെ ഗുഹ്യസ്ഥാനം തൊട്ടിട്ടില്ല. അത് ആയത്തിലുണ്ടോ ഹദീസിലുണ്ടോ? പക്ഷെ ഉസ്മാൻ തങ്ങളെ ചെയ്തു. എന്തേ? അത് ബഹുമാനം, അതിന് കൂലിയിട്ടു. മാലിക് ഇമാം മദീനയിൽ മൂത്രമൊഴിച്ചില്ല. മദീനയിൽ മൂത്രമൊഴിക്കാൻ പാടില്ല എന്ന് ആയത്തില്ല, ഹദീസില്ല. ഞാൻ മാലിക് ഇമാം ചെയ്ത വിധേയത്തല്ല, അത് കൂലിട്ടും. അതെന്താ? ആ റസൂലുള്ളാഹിനോടുള്ള ബഹുമാന. അതാണ് നമുക്ക് തോന്നുന്നുണ്ടോ ഈ റബീഉൽ 12 ഈ കന്നുകൾ അറുത്തിട്ടും ചോറ് വെച്ചിട്ടും തോരണങ്ങൾ തൂക്കിയിട്ടും മതവും പാട്ടും കരച്ചിലും ദ്വായും നമ്മളോട് റസൂലുള്ളാഹി ചോദിക്കാണ്. അള്ളാഹ് അങ്ങനെ കൂട്ടിയിട്ട് എന്തായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് 12 പരിപാടി?
മുത്തനബിനെ സ്നേഹിച്ചിട്ട് ചെയ്തു അതാണ്. അല്ല പറയാ നരകത്ത് പോയിക്കോളിന്ന്. എന്താ നമ്മളെ മനസ്സ് പറയണേ? അല്ല പറയോ? ഇല്ല. ആ സമയത്ത് മൈദം കലക്കിയിട്ട് എന്താ നിങ്ങളെ മനസ്സ് പറയണതെന്നാ. ഇതാണ് ഇമാം താജുദ്ദീൻ ഫാക്കിയാനി വഷഹുവത്ത് നഫ്സി എന്ന് പറഞ്ഞത്. ഓല തന്നിഷ്ടത്തിനനുസരിച്ചാണ്ട് ചെയ്യുക, എന്നിട്ട് അങ്ങോട്ട് മദ്ഹ് എന്നാണ്ട് പേരിടുക, എന്നിട്ട് അങ്ങോട്ട് തുറന്നു കൊടുക്കുകയാണ്. അതൊക്കെ തശ്രീഫാണ്, അതൊന്നും നിങ്ങൾ പേടിക്കണ്ട. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, തറക്തു ഫീക്കും അംറൈനി, രണ്ട് കാര്യം ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു ഉമ്മത്തെ, ലൻ തളില്ലൂ മാ തമസ്സക്തും ബിഹിമാ, അത് രണ്ടും മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ വഴിപിഴക്കുകയില്ല. കിതാബല്ലാഹി വസുന്നത്തി നബീഹി, അത് അള്ളാഹുവിന്റെ കലാമും ഈ റസൂലുള്ളാന്റെ സുന്നത്തുമാണ്. അത് രണ്ടും മുറുകെ പിടിക്കുന്നിടത്തുനിന്ന് നിങ്ങൾ എന്ന് മാറിപ്പോയോ അന്ന് നിങ്ങൾ വഴിപിഴക്കുമെന്നല്ലേ അതിൻ്റെ അർത്ഥം. അതാണ് ഈ കാണുന്നത്. എന്ത് തോന്നിവാസങ്ങൾ നടത്താനും എന്ത് പേക്കൂത്തുകൾ നടത്താനും വലിയ പണ്ഡിതന്മാരാണെന്ന് പറയുന്നവർ ഈ പാവപ്പെട്ട ജനതയ്ക്ക് പെർമിഷൻ കൊടുക്കുകയാണ്, അതിന് സമ്മതം കൊടുക്കുകയാണ്. എന്നിട്ട് ദുർവ്യാഖ്യാനിച്ചത് കേട്ടോ നിങ്ങൾ. ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തോളി എന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ മുസ്ലിംമാരെ, ഈ ആയത്തിറങ്ങിയപ്പോൾ സ്വഹാബത്ത് ചെയ്ത നിലപാടെങ്കിലും നിങ്ങൾക്കൊന്ന് പഠിച്ചൂടെ, ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ? ഈ ആയത്തിറങ്ങിയപ്പോൾ സ്വഹാബത്ത് റസൂലുള്ളാന്റെ അരികിലേക്ക് പോയി. അവർ പറയാണ്, നബിയെ അങ്ങയുടെ മേൽ സ്വലാത്തും സലാമും ചെല്ലാൻ കൽപ്പന വന്നു, അങ്ങയുടെ മേൽ സലാം ചെല്ലാൻ ഞങ്ങൾക്കറിയാം. കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്, സ്വലാത്ത് ചെല്ലാനുള്ളത് ഒരു പുതിയ കൽപ്പനയാണ്, ഞങ്ങൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്ക് തോന്നിയമാരൊക്കെ കണ്ട് ചെല്ലിക്കോളൂ, നിങ്ങൾ അറബികളല്ലേ ചെങ്ങായിമാരെ, നിങ്ങൾക്ക് സാഹിത്യം അറിയില്ലേ, നിങ്ങൾക്ക് ഒരു സ്വലാത്ത് ഉണ്ടായിക്കൂടെ? ഇങ്ങനത്തെ ചീള് കേസിനൊക്കെ എൻ്റെ അടുത്തേക്ക് വരണമെന്നാണോ നബി പറഞ്ഞത്? അള്ളാഹിന്റെ റസൂൽ ചെറിയൊരു മൗനം പാലിച്ചു എന്നാ ചില റിപ്പോർട്ടുകളിൽ. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ മണിയായി പറഞ്ഞു കൊടുക്കുകയാണ്, ഖൂലു അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ എന്ന് തുടങ്ങുന്ന ഇബ്രാഹിമിയ സ്വലാത്ത്. അതല്ലാതെ ഇവരമാതിരി കഞ്ചുൽ അർഷ്, ആലമു സ്വലാത്ത്, നാരിയ സ്വലാത്ത്, കമാലിയ സ്വലാത്ത്, താജു സ്വലാത്ത്, സ്വലാത്തുൽ ഫുതൂഹ്, ഇങ്ങനെ നിരത്തി അങ്ങോട്ട് തുടങ്ങിയോ റസൂലുള്ളാന്റെ സ്വഹാബത്ത്? റസൂലുള്ള പഠിപ്പിച്ച സ്വലാത്ത് ജീവിതത്തിൽ പകർത്തി. കാരണം അവർക്കറിയാം, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, ഒരു അമൽ ചെയ്താൽ ആ അമൽ റസൂലുള്ള പഠിപ്പിക്കാത്തതാണോ അത് തള്ളപ്പെടും. ഐ ഗൈറു മഖ്ബൂൽ, അത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പഠിപ്പിച്ച ആ നേതാവാണ് അവരുടെ മുത്തുനബി. ആ നേതാവിൻ്റെ പാതയനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടത്. ആ മുത്തുനബിയോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടോ? മൻ അഹ്യാ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. ആ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്, ആ നബിയുടെ ചര്യയാണ് നിങ്ങൾ ഹയാത്താക്കേണ്ടത്. അങ്ങനെ ഒരുത്തൻ എന്നെ സ്നേഹിച്ചാൽ അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലാണ്. ആ മുത്തുനബിയുടെ കൂടെ നമുക്ക് സ്വർഗത്തിൽ പോകണം. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.